നമസ്കാരം. ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിന് പിന്നാലെ മലബാർ ദേവസ്വം ബോർഡിലെ ക്ഷേത്രത്തിലും സ്വർണം കാണാനില്ല. കാണിക്കായി സമർപ്പിച്ച 45 ആഭരണങ്ങളിൽ ശേഷിക്കുന്നത് 8 എണ്ണം മാത്രം. സംഭവം നടന്നത് മുക്കം ശ്രീ നീലേശ്വരം ശിവക്ഷേത്രത്തിൽ. പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി അർജുന്റെ മരണത്തിൽ നടപടി. ക്ലാസ് ടീച്ചർക്കും പ്രധാന അധ്യാപികയ്ക്കും സസ്പെൻഷൻ. 14-കാരൻ അർജുന്റെ മരണത്തിന് പിന്നിൽ അധ്യാപികയെന്ന ആരോപണം ശക്തം. പോലീസ് അന്വേഷണം തുടങ്ങി. പലരുത്തി സെന്റ് റീത്താസ് ഹൈസ്കൂളിലെ ഹിജാബ് വിവാദം ഒഴിയുന്നില്ല. സ്കൂൾ മാനേജ്മെന്റിനെതിരായി വിദ്യാഭ്യാസ മന്ത്രിയുടെ വിമർശനം വീണ്ടും പ്രശ്നം വഷളാക്കി. ശിരോവസ്ത്രം ധരിച്ചോ ഇനി സ്കൂളിൽ എത്തില്ലെന്ന സമ്മതപത്രം ഉണ്ടെങ്കിൽ കുട്ടിയെ പ്രവേശിപ്പിക്കാമെന്ന് മാനേജ്മെന്റ്. സമ്മതപത്രം നൽകുന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കുട്ടിയുടെ കുടുംബം. ഷാഫി പറമ്പിൽ എന്തിക്ക് പരിക്കേറ്റ പേരാമ്പ്ര സംഘർഷത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. സ്ഫോടക വസ്തു എറിഞ്ഞത് പോലീസ്. ദൃശ്യങ്ങൾ പുറത്തുവിട്ട് DCC പ്രസിഡന്റ്. നെന്മാറ സജിത കൊലക്കേസിൽ ചെന്താമരയുടെ ശിക്ഷാവിധി മറ്റന്നാൾ. പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. തെളിവില്ലാത്തത് കേസെന്നും ശിക്ഷയിൽ ഇളവ് വേണമെന്നും പ്രതിഭാഗം. സംസ്ഥാനത്ത് ശക്തമായ മഴ വരുന്നു. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 7 ജില്ലകൾക്ക് യെല്ലോ. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യത. ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിന് പിന്നാലെ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രത്തിലും സ്വർണം കാണാനില്ല. മുക്കം ശ്രീ നീലേശ്വരം ശിവക്ഷേത്രത്തിൽ കാണിക്കായി സമർപ്പിക്കപ്പെട്ട 45 ആഭരണങ്ങളിൽ ശേഷിക്കുന്നത് 8 എണ്ണം മാത്രം. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തുകയാണ്. വിവരങ്ങളുമായി റഫീഖ് തോട്ടുമുഖം ചേരുന്നുണ്ട്. റഫീഖ്, ഭക്തർ നൽകിയതാണ്, വഴിപാടായിട്ട് നൽകിയ 45 ആഭരണങ്ങളിലാണ് ഇപ്പോൾ ശേഷിക്കുന്നത് 8 എണ്ണം മാത്രമാണെന്ന് മനസ്സിലാകുന്നത്. ഈ പരിശോധന അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അതേസമയം തന്നെ ഇതെവിടെയാണ് പോയത്? അതിനുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? മേഘ, ഇത് ഇപ്പം ശബരിമല സ്വർണ്ണപ്പാളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശോധന വാർത്തകളൊക്കെ വരുന്നതിന്റെ ഇടയിലാണ് മുക്കം നഗരസഭയിലെ നീലേശ്വരം അമ്പലത്തിലും ഇത്തരത്തിലൊരു ഈ പരിശോധന നടത്തിയ സമയത്താണ് ഇത്തരത്തിലൊരു മിസ്സിംഗ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോ ഈ ഭക്തജനങ്ങളുടെ കാണിക്ക വെച്ച സ്വർണത്തിൽ നിന്നാണ് കുറവ് വന്നിട്ടുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടനുബന്ധിച്ച് തന്നെ കഴിഞ്ഞ ഭരണസമിതിയെ അവിടെ പിരിച്ചുവിടലും ഉണ്ടായിരുന്നു. ഇന്ന് അതിന്റെ ഭാഗമായിട്ട് ഈ ഭക്തരുടെയും ഈ പുതിയ ഭരണസമിതിയുടെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പരിശോധന നടക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മുക്കം ശ്രീ നീലേശ്വര ശിവക്ഷേത്രത്തിൽ കാണിക്ക വെച്ച സ്വർണ്ണാഭരണങ്ങളാണ് ഇതിൽ കാണാതായതെന്നാണ് പരാതി വന്നിട്ടുള്ളത്. നിലവിൽ അത് ലിസ്റ്റ് പ്രകാരം അല്ലെങ്കിൽ റെക്കോർഡിക്കൽ പ്രകാരം 45 സ്വർണ്ണാഭരണങ്ങളാണ് ഉണ്ടാവേണ്ടിയിരുന്നത്. അതിൽ 8 എണ്ണം മാത്രമേ കഴിഞ്ഞ ദിവസം ഇതുപോലെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു പരാതിയായിട്ട് മുക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും തുടർന്ന് ആണ് ഇപ്പോൾ ഈ അന്വേഷണം വന്നിട്ടുള്ളത്. ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുരളീധരൻ, അതുപോലെ അസിസ്റ്റന്റ് കമ്മീഷണർ ഗിരീഷ് കുമാർ, വെരിഫിക്കേഷൻ ഓഫീസർ രാഹുൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഈ മുൻ ഭരണസമിതികളെ വിളിച്ചു വരുത്തിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ 45 സ്വർണ്ണാഭരണങ്ങളിൽ 8 എണ്ണം മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞ ഇവരെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്.
അതുപോലെ അതിൽ മിസ്സായത് എങ്ങനെയാണെന്നുള്ള പരിശോധനകളൊക്കെയാണ് നടക്കുന്നത്. ഈ കഴിഞ്ഞ ഭരണസമിതിയെ വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്താണ് സംഭവങ്ങൾ എന്നുള്ള വ്യക്തമായ റിപ്പോർട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. റഫീഖാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിന് പിന്നാലെയാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രത്തിലും സ്വർണം കാണാനില്ല എന്നുള്ളൊരു പരാതി ലഭിക്കുന്നത്. 45 ആഭരണങ്ങൾ അത് കാണിക്കയായിട്ട് ഭക്തർ നൽകുന്നു. അതിൽ 8 എണ്ണം മാത്രമാണ് ബാക്കിയായിരിക്കുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ദേവന്റെ സ്വത്ത് അത് ദേവസ്വത്തിന് സ്വന്തം എന്നുള്ളൊരു രീതിയിലേക്കാണോ ഇപ്പോൾ കാര്യങ്ങൾ കടന്നിരിക്കുന്നത്? ദേവന്റെ സ്വത്ത് ദേവസ്വത്തിന് സ്വന്തമെന്നല്ല, ചില വ്യക്തികൾക്കും ചില പ്രസ്ഥാനങ്ങൾക്കും സ്വന്തമാണ് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. എനിക്കിതിൻ്റെ അകത്ത് യാതൊരു അത്ഭുതവുമില്ല, ഒരു ഞെട്ടലുമില്ല, ഒന്നുമില്ല. കാര്യം ഈ കേരളത്തിൽ ഇത് നടക്കും. കാര്യം ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഏർപ്പാട് അതൊരു വലിയ മാഫിയ കൊള്ളസംഘമാണ്. എത്രയോ കാലങ്ങളായിട്ട് ഇതിനെപ്പറ്റി അടുത്തറിയാവുന്നവരും ഇപ്പൊ ഞാൻ എന്റെ പേഴ്സണലായിട്ടുള്ള കാര്യം ഞാൻ പറയാം. ഞാൻ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ശബരിമലയിൽ പോകുന്ന വ്യക്തിയാണ്. പക്ഷെ ഞാൻ ശബരിമലയിൽ കാണിക്ക ഇടുന്ന ഏർപ്പാട് എത്രയോ കാലം മുമ്പ് നിർത്തിയതാണ്. ആചാരത്തിന് വേണ്ടി മാത്രമുള്ള ഒരു രൂപ നാണയമല്ലാതെ അവിടെ 1 രൂപ ഞാൻ അവിടെ കാണിക്ക ഇടാറില്ല. അവിടെ നിന്ന് ഞാൻ വഴിപാടുകൾ കഴിക്കാറില്ല. പമ്പയിൽ കിട്ടുന്ന മോദകം നല്ല ടേസ്റ്റ് ഉള്ള ഒരു സംഭവം ആയതുകൊണ്ട് ഒരു ബേക്കറിയിൽ നിന്ന് സാധനം വാങ്ങുന്ന മാതിരി അത് മേടിച്ച് ഞാൻ കഴിക്കാറുണ്ട്. അതല്ലാതെ ഇത് 1 രൂപ വഴിപാട് ഞാൻ കഴിക്കാറില്ല. 1 രൂപ പോലും അല്ലാതെ കാണിക്ക ഇടാറുമില്ല. കാരണം എനിക്കറിയാം ഈ പണം പോകുന്നത് എങ്ങോട്ടാണ് എന്നുള്ളത്. ദേവന്റെ പേരിൽ, ഭഗവാന്റെ പേരിൽ വാങ്ങുന്ന പണവും ഉണ്ടാക്കുന്ന പണവും മുഴുവൻ പോകുന്നത് ഇതുപോലെയുള്ള കുറെ കൊള്ളക്കാരുടെ പോക്കറ്റുകളിലേക്കാണ്. ഇത് വളരെ ഇതൊരു ഓപ്പൺ സീക്രട്ടാണമ്മേ. എത്രയോ നാളായി കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിപ്പോൾ പുറത്തു വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഈ ക്ഷേത്രങ്ങളിൽ കാണിക്കുകയായിരുന്നു. ഞാൻ പറയുന്നത് ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി ഈ പണം കൊടുക്കുന്ന വിഡ്ഢികളായ ഹിന്ദുക്കളാണ് ഇതിന്റെ കുറ്റക്കാർ. മണ്ടന്മാരും വിഡ്ഢികളുമായ ഹിന്ദുക്കൾ ഈ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി ഈ സ്വർണവും പണവും ചൊരിയുകയാണ് ചെയ്യുന്നത്. യുവന്മാർക്ക് കൊള്ളയടിക്കാൻ കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ കൊള്ളസംഘത്തെ തെരഞ്ഞെടുക്കുന്നതും ഈ പ്രബുദ്ധരെന്ന് നടിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് ഞാനിവരെ കൊള്ളക്കാരന് കൊള്ളയടിക്കാനല്ലേ അറിയുള്ളൂ. അവന്മാർ കൊള്ളയടിക്കും. എന്തിനീ ഈ കൊള്ളസംഘത്തിന് ഈ വിഡ്ഢികളായ ഹിന്ദുക്കൾ കൂട്ടുനിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ദുഃഖവും പ്രതിഷേധവും ഉള്ളത്. അല്ലാതെ ഇവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. കൊതുകിനറിയാവുന്നത് ചോര കുടിക്കാനാണ്, പാമ്പിനറിയുന്നത് വിഷം കുത്തി കൊല്ലാനാണ്, വിഷമില്ലേ? അതുപോലെ ഈ കൂട്ടർക്കറിയുന്നത് കൊള്ളയടിക്കാനാണ്. ഇതിൽ നിന്ന് മാറി നിന്നില്ല. വിഷജന്തുക്കളിൽ നിന്ന് മാറി നടക്കേണ്ടതും കൊതുകടി കൊള്ളാതിരിക്കേണ്ടതും രോഗം വരാതിരിക്കേണ്ടതും അങ്ങനെ നോക്കേണ്ട ആൾക്കാർ ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? ഒരു സത്യം ഞാൻ പറയാം, ഒരു നിസ്സഹായനായ ഒരു ഹിന്ദുവിന്റെ, ഒരു നിസ്സഹായനായ ഒരു മലയാളിയുടെ ഒരവസ്ഥ, ഒരു വിഷമം, ദുഃഖമാണ് ഞാനിവിടെ പറയുന്നത്. അത് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ ഭക്തരൊക്കെ തന്നെ അവർ വളരെ വിശ്വാസപൂർവ്വം അവരൊരു നേർച്ചയായിട്ടൊക്കെ തന്നെ സമർപ്പിക്കുന്ന പണം നമുക്കറിയാം. ഓരോ ആളുകളൊക്കെ തന്നെയും ഇങ്ങനെ സൂക്ഷിച്ച് പണമൊക്കെ ഈ ശബരിമലയിലടക്കം നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഈ ആന്ധ്രയിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ തന്നെയും ഒരുപാട് പണം അവരിങ്ങനെ സൂക്ഷിച്ച് വെച്ച് അങ്ങനെ ദൈവത്തിന് സമർപ്പിക്കുന്ന പണമായിട്ട് കൊടുക്കുന്ന പണമാണ്. അപ്പോൾ അതിലൊരു ഉത്തരവാദിത്തം വേണ്ടേ? അതിലൊക്കെ തന്നെ അവരെ കബളിപ്പിക്കുന്ന പോലെ തന്നെയല്ലേ ഇപ്പോൾ ഈ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭവിഷ്യത്ത്? കാരണം ശബരിമലയൊക്കെ തന്നെ നമുക്കറിയാം ആഗോള പ്രശസ്തിയുള്ള ഒരു ക്ഷേത്രമാണ്. അവിടെയൊക്കെ തന്നെയും ഇതുപോലെ കള്ളത്തരം നടക്കുന്നുണ്ടെന്ന് അറിയുന്ന കാര്യം ലോകം മുഴുവൻ അറിയുമ്പോൾ ആ ഭക്തർക്കുണ്ടാകുന്ന ആ ഒരു മനോഭാവം, അല്ലെങ്കിൽ പുറം രാജ്യത്തുള്ളവരൊക്കെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളെ നോക്കിക്കാണുക? അവർക്ക് തന്നെ ഒരു വിശ്വാസക്കുറവും അവരുടെ വിശ്വാസത്തെ തന്നെയല്ലേ നമ്മൾ ചോദ്യം ചെയ്യുന്നത് ഇവിടെ? അല്ല, ഇവിടെ വിശ്വാസത്തിന്റെ പ്രശ്നമല്ല. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് ഈ പൈസ കൊടുക്കുന്നത്, ഇവിടെ കൊണ്ടുവന്ന് ഈ പണം മുടക്കുന്നത്, ഈ ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് കൊടുക്കുന്നത്. ആ പൈസക്ക് ഈ നാട്ടിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് അവിടെ കൊണ്ടിടുന്ന പണത്തിനും സ്വർണവും അത് ഉപയോഗിച്ച് ഒരു പാവപ്പെട്ടവൻ ഒരു വീട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കൊച്ചിനെ പഠിപ്പിക്കുക.
അതിനൊക്കെ എത്രയോ വലിയ പുണ്യമായിരിക്കും അത്. ഈ കൊള്ളക്കാർക്ക് കട്ട് തിന്നാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഹിന്ദു കൊണ്ടുപോയി ഈ പണം കൊടുക്കുന്നത്? ഞാൻ ഇവരെ ഞാൻ കുറ്റം പറയില്ല. ഇവർക്ക് ഉത്തരവാദിത്വ ബോധമില്ല, ഇവർക്ക് ഭക്തരെ ചൂഷണം ചെയ്യുന്നു, ഇങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ആരോപണവുമില്ല. കാര്യം അവരങ്ങനെയാണ്. എന്തിനാണ് ഹിന്ദു ഇതിന് നിന്ന് കൊടുക്കുന്നത്? 100% ഞാൻ ഇവരെ കുറ്റം പറയാനോ ഈ കൊള്ളസംഘത്തിനെതിരെ ആരോപണം ഉന്നയിക്കാനോ നിൽക്കുന്നില്ല. കാര്യം അവരുടെ ജോലിയാണ് ചെയ്യുന്നത്. അവരെന്താണോ ഉദ്ദേശിച്ചത് അവരത് ചെയ്യുന്നു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഹിന്ദു വീണ്ടും അവിടെ കൊണ്ടുപോയി ഈ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ ഇവർമാർക്ക് കൊള്ളയടിക്കാൻ വേണ്ടി വീണ്ടും കൊണ്ടുപോയി കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്നു. ഈ പണം കൊണ്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞിന് ഒരു വിശക്കുന്നവന് ഭക്ഷണം മേടിച്ചു കൊടുക്ക്, അല്ലെങ്കിൽ ഒരു കുട്ടിയെ പഠിപ്പിക്ക്. അയ്യപ്പനും ഭഗവാൻ ഏറ്റവും സന്തോഷം ഇഷ്ടമുള്ള കാര്യം അതായിരിക്കും. അയ്യപ്പന് സ്വർണവും പണത്തിന്റെ ഒന്നും ആവശ്യമില്ല. സർവസംഘ പരിത്യാഗിയായ യോഗീശ്വരനായ ഭഗവാൻ എന്തിനാണ് പണം? അവിടെ ചെന്ന ഒരു പുഷ്പം അർപ്പിച്ചാൽ മതി. ദാറ്റ്സ് ഓൾ. അതിന്റെ ആവശ്യമേ ഉള്ളൂ. ഈ കൊള്ളസംഘത്തിനെ തടിച്ചു കൊഴുക്കാനായിട്ട് അനുവദിക്കുന്നത് എന്തിനാണ്? എനിക്ക് പ്രതിഷേധം ഈ നാട്ടിലെ ഇതെല്ലാം ചെയ്യുന്ന ഹിന്ദുവിനോട്, ഞാനടക്കമുള്ള ഹിന്ദു സമൂഹത്തോടാണ്, ഹിന്ദുവിനോടാണ്. വളരെ നന്ദിയുണ്ട് സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ഈ നടത്തുന്ന കാര്യങ്ങളൊക്കെ തന്നെ അത് വിശ്വാസി സമൂഹത്തിനോടൊക്കെ തന്നെ എതിരായിട്ടുള്ള പ്രവൃത്തികളാണ് ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തോടുള്ള വിശ്വാസം അല്ലെങ്കിൽ ആചാരങ്ങളോടുള്ള വിശ്വാസമൊക്കെ തന്നെയും ഭക്തർക്ക് നഷ്ടപ്പെടുന്നതിന് ഇതൊക്കെ തന്നെയും വഴിവെക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാകുന്ന വീഴ്ചകൾ അത് കൃത്യമായിട്ട് തന്നെ പരിഹരിക്കേണ്ടത് വളരെ അനിവാര്യം തന്നെയാണ്. ഇപ്പോൾ ഇത് ഉണ്ടായിരിക്കുന്നത് ഞെട്ടിക്കുന്ന ഒരു തുക തന്നെയാണ്. ശബരിമലയിലാണ് സ്വർണ്ണമോഷണം നമ്മൾ കണ്ടതാണ്. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള വിവാദങ്ങൾ അതിങ്ങനെ കത്തി നിൽക്കുന്ന വേളയിലാണ് ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രത്തിലും സ്വർണം കാണാനില്ല എന്നുള്ളൊരു പരാതി ലഭിക്കുന്നത്. മുക്കം ശ്രീ നീലേശ്വരം ശിവക്ഷേത്രത്തിലാണ് നൽകിയിരിക്കുന്ന ആഭരണത്തിൽ വലിയൊരു കുറവുണ്ടായിരിക്കുന്നത്. ഭക്തർ കാണിക്കായിട്ട് നൽകിയിരിക്കുന്ന ആഭരണത്തിലാണ് ഇത്രയും കുറവ് വന്നിരിക്കുന്നത്. 45 ആഭരണങ്ങൾ നൽകിയിടത്താണ് ഇത്രയും വലിയൊരു കുറവ് സംഭവിച്ചിരിക്കുന്നത്. 45 ആഭരണങ്ങളിൽ 8 എണ്ണം മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഖ്യ തന്നെയാണ്. ഈ ആഭരണങ്ങൾ എവിടെ പോയി എന്നുള്ളൊരു കാര്യം അത് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ക്ഷേത്രത്തിൽ പരിശോധന നടത്തുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശബരിമലയിലാണ് സ്വർണ്ണമോഷണത്തിന് പിന്നാലെ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രത്തിലും സ്വർണം കാണാനില്ല എന്നുള്ളൊരു പരാതി ലഭിക്കുന്നത്. മുക്കം ശ്രീ നീലേശ്വരം ശിവക്ഷേത്രത്തിൽ കാണിക്കയായി സമർപ്പിക്കപ്പെട്ട ആഭരണങ്ങളാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട്. ഏതായാലും ഈ പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഇതാരാണോ ഈ ആഭരണങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയത് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് വളരെ അനിവാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും ഭക്തർ നൽകുന്നതാണ്. അവർ ഭക്തി പുരസ്കരം സമർപ്പിക്കുന്ന ദേവന് സമർപ്പിക്കുന്ന സമ്മാനങ്ങളാണ്. അതിൽ കാണുന്നില്ല അല്ലെങ്കിൽ അതിൽ മറ്റൊരാൾ മൂന്നാമതൊരാൾ കൈകടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അതും പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് ആകുമ്പോൾ അത് പ്രശ്നം ഗുരുതരമാവുകയാണ്. സംരക്ഷിക്കപ്പെടേണ്ടവർ തന്നെ അത് ഇല്ലാതാക്കുന്നു അല്ലെങ്കിൽ അത് കരുതി വെക്കേണ്ടവർ തന്നെ അല്ലെങ്കിൽ ഭക്തൻ്റെ വിശ്വാസമാണ് ഇവർ സമർപ്പിക്കുന്ന കാണിക്ക. ഇതെല്ലാം തന്നെ അത് ഭക്തി പുരസ്കരം തന്നെ സൂക്ഷിക്കേണ്ട വ്യക്തികളാണ് ഇവിടെ ഇപ്പോൾ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. അവർക്കാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. അതാണ് ഈ പ്രശ്നം വളരെ ഗുരുതരമാക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണമോഷണവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളും ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെയും മറ്റൊരു ക്ഷേത്രത്തിലും സമാന രീതിയിലുണ്ടായിരിക്കുന്ന മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രത്തിലാണ് സ്വർണം കാണാതാകുന്നത്. മുക്കം ശ്രീ നീലേശ്വരം ശിവക്ഷേത്രത്തിലാണ് കാണിക്കയായി സമർപ്പിക്കപ്പെട്ട ആഭരണങ്ങൾ കാണാതാകുന്നത്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ നിലവിൽ ക്ഷേത്രത്തിലെത്തി പരിശോധനകളൊക്കെ നടത്തുകയാണ്. ഇപ്പോൾ BJP സ്റ്റേറ്റ് സെൽ കോർഡിനേറ്റർ VK സജീവൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ VK സജീവൻ, ശബരിമലയിലെ സ്വർണ്ണമോഷണം നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രത്തിലും സ്വർണം കാണാനില്ല എന്നുള്ളൊരു പരാതി ലഭിക്കുന്നത്. 45 ആഭരണങ്ങൾ ഭക്തർ കാണിക്കായിട്ട് നൽകിയതിൽ വെറും 8 എണ്ണം മാത്രമാണ് ശേഷിക്കുന്നത്. ഒരു ഭക്തി അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനകളുടെയൊക്കെ തന്നെയും ഒരു സമർപ്പണം പോലെ അവർ അത്രയും വിശ്വാസത്തോടെ തങ്ങളുടെ ദേവന് സമർപ്പിക്കുന്നതാണ് ഇപ്പോൾ കാണാതാകുന്നത്. അവരുടെ ഭക്തിയെ അടക്കമല്ലേ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്? ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയല്ലേ?
തീർച്ചയായിട്ടും ഈ സർക്കാരിന്റെ ഭരണകാലത്ത് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ അഴിമതിയും കൊള്ളയും നടക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പരമ്പര തന്നെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ ഒടുവിലത്തെ, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് ശബരിമലയുടെ വിഷയമാണ് ആദ്യം പുറത്തു വന്നതെങ്കിലും അതിനെ തുടർന്ന് കേരളത്തിലെ ബാക്കിയുള്ള അമ്പലങ്ങളിലെ ആഭരണങ്ങളെ സംബന്ധിച്ചും അവിടുത്തെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ചും അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നതിനെ സംബന്ധിച്ചും ഒക്കെ ജനങ്ങൾ നിരീക്ഷിച്ചപ്പോഴാണ്, അവിടെ പരിശോധന നടത്തുമ്പോഴാണ് ഇത്തരം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഇപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് മുക്കത്തെ നീലേശ്വരം ക്ഷേത്രത്തില് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന വിശ്വാസികൾ സമർപ്പിച്ച 45ഓളം ആഭരണങ്ങളിൽ 8 മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, ബാക്കിയുള്ളത് കാണാനില്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരം ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ CPM ഭരണത്തിൽ ദേവസ്വം ബോർഡിലേക്ക് ബാക്കി എല്ലാ മേഖലയിലും കയറ്റുന്നത് പോലെ തങ്ങളുടെ പുണ്യാടുകളെ നിയമിക്കുകയും അത്തരം നിയമിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അവർക്ക് ദേവനോടോ അല്ലെങ്കിൽ ഭക്തന്മാരോടോ യാതൊരു വിധേയത്വവും ഇല്ല. കാരണം അവര് CPM പാർട്ടി നിശ്ചയിക്കുകയാണ്. സ്വാഭാവികമായിട്ടും CPMന്റെ പോളിസി എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ പോലീസിനെ കുറിച്ച് പറയുന്നത് അതൊരു മർദ്ദനോപാധിയാണ്, അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു ചട്ടുകമായിട്ട് പ്രവർത്തിക്കുന്നതാണ് സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം. ആ രീതിയിൽ തന്നെയാണ് ദേവസ്വം ബോർഡിനെ കാണുന്നത് എന്നുള്ളത് കൊണ്ടും ദേവസ്വം ബോർഡ് ഭരണവും അമ്പലങ്ങളിലെ നടത്തിപ്പുമൊക്കെ ഈ രീതിയിൽ കാണുന്നത് കൊണ്ടാണ് അവിടെ സ്വർണം കാണുമ്പോ, അവിടെ പണം കാണുമ്പോ അത് എടുക്കണമെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ഭക്തന്മാരുടെ ഭക്തിയുടെ വിശ്വാസത്തിന്റെ ആഴം അത് മനസ്സിലാക്കുന്നവരല്ല ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത്. കാരണം ആ വിശ്വാസത്തിന്റെ ഒരു പാരമ്യതയിൽ നിന്നാണല്ലോ തങ്ങളുടെ ഒരു സ്വത്തിന്റെ ഭാഗം, നമ്മൾ സമ്പാദിച്ചതിൽ നിന്നുള്ള ഒരു ഭാഗം ദേവന് സമർപ്പിക്കുക എന്നുള്ള വളരെ പാവനമായിട്ടുള്ള ഉന്നതമായിട്ടുള്ള ഒരു ചിന്തയിൽ നിന്ന് അവിടെ സമർപ്പിക്കുന്ന ആഭരണങ്ങൾ മോഷണം പോകുന്നു, അത് കളവ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ മനോവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത് ചെയ്യുന്നത് ഒരു മതേതര സർക്കാർ ആണ് എന്നുള്ളത് കൊണ്ടും വിശ്വാസമില്ലാത്തവരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ഉള്ളത് കൊണ്ടും അതിന്റെ ആഴം വർദ്ധിപ്പിക്കുകയാണ്. ഇനി ഏത് രീതിയിലായാലും ഈ വിശ്വാസികളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്ക് അടിയന്തരമായിട്ടുള്ള നടപടികളും പരിഹാരവും ഉണ്ടാവണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം. സർ, അതുപോലെ തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്ന ഈ ഒരു വിഷയം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും നമുക്കറിയാം, ശബരിമല ആഗോള പ്രശസ്തി നേടിയ ഒരു ക്ഷേത്രമാണ്. അവിടെ ഇങ്ങനെയൊരു കാര്യം, അല്ലെങ്കിൽ പല നാട്ടിൽ നിന്ന് പല ദേശത്തു നിന്നൊക്കെയുള്ള ഒരുപാട് ആളുകളാണ് അവിടെ എത്തുന്നത്. അവർ ഒരുപാട് കാര്യങ്ങൾ കാണിക്കായിട്ടൊക്കെ സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർ നൽകുന്ന പണത്തിൽ അവർക്കൊരു വിശ്വാസമുണ്ട്, അത് ദേവന് നൽകുന്നതാണ്, അത് വേറെ എവിടും പോകില്ല എന്നുള്ളൊരു വിശ്വാസം. പക്ഷേ അവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള മറ്റ് ദേശത്തുള്ള വ്യക്തികളൊക്കെ തന്നെ ഇത് കാണുന്നുണ്ട്. അവർക്കിപ്പോൾ നമ്മുടെ നാട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രങ്ങളെ കുറിച്ചൊക്കെയുള്ള ഉണ്ടാകുന്ന ആ ഒരു മനോഭാവം അതടക്കമാണ് മാറുന്നത്. അല്ല, എനിക്ക് തോന്നുന്നു ഒരർത്ഥത്തിൽ ഇതൊക്കെ നല്ലതിനാണെന്നാണ്. കാരണം ഇത്തരം അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ കൊള്ള നടക്കുന്നു എന്നുള്ളത് വിശ്വാസികൾക്ക് ബോധ്യപ്പെടുകയാണല്ലോ. ഇപ്പൊ ശബരിമലയിൽ ഏതെങ്കിലും ഒരു സിംഗിൾ ഇൻസിഡന്റ് അല്ലല്ലോ, അതൊരു പരമ്പരയാണ്. ആദ്യം കട്ടിളപ്പടി, പിന്നീട് ശിവന്റെ രൂപം, പിന്നെ അതിന് ചുറ്റുമുള്ള പ്രഭാവലയം, പിന്നെ വ്യാളി രൂപം, അത് കഴിഞ്ഞ് ദ്വാരപാലക ശില്പങ്ങൾ, ഇങ്ങനെ ഒരു പരമ്പര തന്നെ അരങ്ങേറിയിരിക്കുകയാണ്. അപ്പം അതിന് ഒരു അറുതി വരുത്തുന്ന രീതിയിലാണ് ഇപ്പോ എന്താ പറയുന്നത്, ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അത് അയ്യപ്പന്റെ ശക്തി തന്നെയാണ് എന്നാണ് പറയുന്നത്. ഹൈക്കോടതി അതില് ഇടപെടുകയും പ്രത്യേക അന്വേഷണത്തെ നിശ്ചയിക്കുകയും ഇത് മാറ്റാൻ വേണ്ടി തീരുമാനമെടുത്ത ആളുകൾ, മാറ്റാൻ കൊണ്ടുപോയിട്ടുള്ള ആളുകൾ, അവരൊക്കെ ഭക്തന്മാരുടെ മുമ്പിൽ, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കുറ്റവാളികളായി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ തിരുത്താനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഭക്തജനങ്ങൾ കാണുകയാണ്. തീർച്ചയായിട്ടും ഇത്തരം പരമ്പരകൾ, കാരണം ഇതാരും അറിയാൻ വേണ്ടി പോകുന്നില്ല.
ഇത് ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാനുള്ളതാണ് എന്നുള്ള ചില ആളുകളുടെ ആ മനോഭാവത്തിനേറ്റ തിരിച്ചടിയാണ്. അവര് ഈ വിശ്വാസികളുടെ മുമ്പിലാണല്ലോ ഇത്രയും നാൾ ഞങ്ങൾ വലിയ ആളുകളാണ് എന്ന് പറഞ്ഞ് നടന്നിട്ടുള്ള ആളുകളുടെ വിശ്വാസ്യത മൊത്തം പിച്ചു ചീന്തപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലും കൂടി കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ തിരുത്തപ്പെടണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാനതില് മറ്റൊരു വെർഷനും കൂടെ പറയുകയാണ്, ഇത് തിരുത്താനുള്ള ഒരു അവസരം കൂടിയാണ്. ഭക്തന്മാർക്ക് ഈ ഇത്തരം കേന്ദ്രങ്ങളിൽ ക്ഷേത്രഭരണം ക്ഷേത്രവിശ്വാസികളുടെ കയ്യിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്നുള്ള ഒരു ശക്തമായിട്ടുള്ള വികാരം പൊതുസമൂഹത്തിൽ ഉയർത്താനുള്ള ഒരു അവസരം കൂടിയായി ഇതിനെ ഞാൻ കാണുകയാണ്. ശരി, വളരെ നന്ദിയുണ്ട് സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു തിരുത്തലിന് കൂടെ ഒരു അവസരമാണ്. പ്രത്യേകിച്ച് ഈ വാർത്തകളൊക്കെ പുറത്തു വരുന്ന ഒരു പശ്ചാത്തലത്തിലൊക്കെ തന്നെയും അത് ഭക്തർക്കടക്കമാണ് അവരുടെ ചിന്തകളിലൊക്കെ തന്നെ മാറ്റം സംഭവിക്കട്ടെ. ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിന് പിന്നാലെയാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രത്തിലും സ്വർണം കാണാനില്ല എന്ന പരാതി ലഭിക്കുന്നത്. മുക്കം ശ്രീ നീലേശ്വരം ശിവക്ഷേത്രത്തിൽ കാണിക്കയായി സമർപ്പിക്കപ്പെട്ട 45 ആഭരണങ്ങൾ ശേഷിക്കുന്നത് 8 എണ്ണം മാത്രമാണ്. ഇടവേള. പാക് വിമാനങ്ങൾക്കും വിമാന കമ്പനികൾക്കും ഇന്ത്യൻ വ്യോമപാത ഉപയോഗിക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം കേന്ദ്ര സർക്കാർ നീട്ടിയെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഒക്ടോബർ 24 വരെയാണ് നിരോധനം നീട്ടിയത്. ബന്ധപ്പെട്ട അധികൃതർക്ക് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഏവിയേഷൻ ഉദ്യോഗസ്ഥർ നോട്ടീസ് അയച്ചിട്ടുണ്ട്. പാക് വ്യോമപാത ഉപയോഗിക്കുന്നതിൽ ഇന്ത്യൻ വിമാനങ്ങൾക്കുള്ള നിരോധനം പാക് സർക്കാർ നീട്ടിയതിന് പിന്നാലെയാണ് ഇന്ത്യയും നിരോധനം നീട്ടിയത്. പാകിസ്ഥാനാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ 1 മാസത്തേക്ക് വ്യോമപാത അടയ്ക്കാനുള്ള തീരുമാനം ആദ്യം എടുക്കുന്നത്. അതിനുശേഷം ഒരാഴ്ച പിന്നിട്ടപ്പോൾ ഇന്ത്യയും സമാന തീരുമാനമെടുത്തു. പിന്നാലെ ഇരു രാജ്യങ്ങളും ഓരോ മാസവും നിരോധനം നീട്ടുന്നതായി കാണിച്ചുകൊണ്ട് ഉത്തരവുകൾ ഇറക്കിയിരുന്നു. ഇരു രാജ്യങ്ങളുടെയും വിമാനങ്ങൾക്ക് മാത്രമാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. മറ്റു രാജ്യങ്ങളുടെ വിമാനങ്ങൾക്ക് ഇരു രാജ്യങ്ങളുടെ വ്യോമപാത ഉപയോഗിക്കുന്നതിൽ നിരോധനമില്ല. പാകിസ്ഥാൻ വ്യോമപാത അടച്ചത് 800ഓളം ഇന്ത്യൻ വിമാനങ്ങളെയാണ് ബാധിച്ചത്. ഈ നടപടി മൂലം ഉത്തരേന്ത്യയിൽ നിന്ന് പശ്ചിമേഷ്യ, യൂറോപ്പ്, UK, അമേരിക്ക എന്നീ രാജ്യങ്ങളിലേക്ക് പോകേണ്ട വിമാനങ്ങൾക്ക് ഇപ്പോൾ ഒത്തിരി ദൂരം സഞ്ചരിക്കേണ്ടതായി വരുന്നുണ്ട്. ഈ സാഹചര്യം വിമാനങ്ങളുടെ പ്രവർത്തനത്തെയും അതോടൊപ്പം മെയിന്റനൻസിനെയും അടക്കം ബാധിക്കുന്നുണ്ടെന്നാണ് വിവരം. ഇതോടെ എയർലൈൻസ് കമ്പനികൾക്കും ചിലവുകൾ വർദ്ധിക്കുന്നുണ്ട്. എയർ ഇന്ത്യ, സ്പൈസ് ജെറ്റ്, ആകാശ എയർ തുടങ്ങി നിരവധി കമ്പനികൾ ഈ റൂട്ടിൽ നിരന്തരം സർവീസുകൾ നടത്തിയിരുന്നു. അതേസമയം ഇന്ത്യൻ വ്യോമപാത അടച്ചത് പാകിസ്ഥാൻ വിമാന കമ്പനികളെ വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല. വളരെ കുറവ് അന്താരാഷ്ട്ര സർവീസുകളാണ് പാകിസ്ഥാൻ നടത്തുന്നത്. ആഴ്ചയിൽ പാകിസ്ഥാന്റെ 6 വിമാനങ്ങൾ മാത്രമാണ് ഇന്ത്യൻ വ്യോമപാത ഉപയോഗിക്കുന്നത്. 2019 പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമപാത അടച്ചിട്ടുണ്ട്. അന്ന് നിരോധനം ഏർപ്പെടുത്തിയതിലൂടെ ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് 700 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ഇന്ധന ചെലവിൽ വന്ന വർധന അടക്കമുള്ള കാരണങ്ങളാലാണ് അന്ന് ഇത്രയും നഷ്ടം സംഭവിച്ചത്. അന്ന് വ്യോമപാത അടച്ചത് ഏറ്റവും കൂടുതലായി ബാധിച്ചത് എയർ ഇന്ത്യയായിരുന്നു. പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി അർജുന്റെ മരണത്തിൽ നടപടി. ക്ലാസ് ടീച്ചറെയും പ്രധാന അധ്യാപികയും സസ്പെൻഡ് ചെയ്ത മാനേജ്മെന്റ്. ക്ലാസ് ടീച്ചർ ആശ, പ്രധാന അധ്യാപിക ലിസി എന്നിവർക്കെതിരെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തത് സംഭവത്തിൽ പ്രതിഷേധം ഉണ്ടാക്കിയതിന് പിന്നാലെ DEO, AEO തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മാനേജ്മെന്റ് കമ്മിറ്റി അടിയന്തര യോഗം ചേർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. 14-കാരൻ അർജുന്റെ മരണത്തിന് പിന്നിൽ സ്കൂൾ അധ്യാപികയുടെ അനാവശ്യ ഇടപെടലും ഭീഷണിപ്പെടുത്തലുമാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. സംഭവത്തിൽ തുടർ അന്വേഷണം നടക്കുന്നതായി സ്കൂൾ മാനേജ്മെന്റ് വ്യക്തമാക്കി. എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് ഹൈസ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ ആശങ്കകൾ ഒഴിയുന്നില്ല. പരിഹരിക്കപ്പെട്ടെന്ന് കരുതിയ വിവാദത്തിൽ സ്കൂൾ മാനേജ്മെന്റിന് എതിരായ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഏകപക്ഷീയ വിമർശനത്തോടെ വീണ്ടും പ്രശ്നം മൂർച്ഛിച്ചിരിക്കുകയാണ്. ശിരോവസ്ത്രം ധരിച്ച് ഇനി സ്കൂളിൽ എത്തില്ലെന്ന സമ്മതപത്രം ഉണ്ടെങ്കിൽ കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കാമെന്നതാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. എന്നാൽ സമ്മതപത്രം നൽകുന്നതിൽ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് രക്ഷകർത്താവ് പറയുന്നത്. അതേസമയം കുട്ടി ഇന്നും സ്കൂളിൽ എത്തിയില്ല. അടുത്ത ബന്ധുവിന്റെ മരണത്തെ തുടർന്നാണ് കുട്ടി ഇന്ന് സ്കൂളിലെത്താത്തത്. ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേറ്റ പേരാമ്പ്ര സംഘർഷത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. 6 ദൃശ്യങ്ങൾ തങ്ങൾ പുറത്തുവിടുന്നുവെന്ന് അറിയിച്ച് കോൺഗ്രസ് ആണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. സ്ഫോടക വസ്തു എറിഞ്ഞത് പോലീസാണെന്ന് ഇത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നതെന്ന് DCC പ്രസിഡന്റ് അവകാശപ്പെടുന്നു.
വിവരങ്ങളുമായി ജോഷി ടി വി ചേരുന്നുണ്ട്. ജോഷി, അങ്ങനെ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അതോടെ പോലീസിന്റെ ആ ഒരു വാദവും പൊളിയുകയാണ്. മുൻപ് തുടക്കത്തിൽ പറഞ്ഞിരുന്ന കാര്യമാണ്, അതായത് ലാത്തി ചാർജ് നടത്തിയിട്ടില്ല. പക്ഷേ ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലായി ലാത്തി ചാർജ് നടത്തിയെന്ന്. ഇപ്പോഴിതാ സ്ഫോടക വസ്തു എറിഞ്ഞത് UDF പ്രവർത്തകരാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് അത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായതാണെന്ന്. എങ്ങനെയാണ് വിശദാംശം? മേഘ, ഈ സംഭവത്തിൽ പോലീസിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട്, അതുപോലെ സ്ഫോടക വസ്തു എറിഞ്ഞതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം 5 UDF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് UDF ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. അതിന്റെ തുടർച്ച എന്നോണമാണ് ഇന്ന് ഈ പോലീസാണ് ആദ്യം പ്രകോപനം സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ സ്ഫോടക വസ്തു എറിഞ്ഞത് പോലീസാണ് എന്നൊക്കെ വ്യക്തമാക്കിക്കൊണ്ടുള്ള ആ രീതിയിലുള്ള അതിന് ശക്തി പകരുന്ന ദൃശ്യങ്ങൾ DCC നേതൃത്വം തന്നെ പുറത്തേക്ക് വിട്ടത്. ഈ ദൃശ്യങ്ങളിൽ ഗ്രനേഡ് എറിഞ്ഞതിന് പിന്നാലെയാണ് പോലീസ് തന്നെ സ്ഫോടക വസ്തു എറിയുന്നു. പോലീസിന്റെ ഭാഗത്ത് നിന്നാണ് ഇത്തരമൊരു സ്ഫോടക വസ്തു ആ സംഘർഷ സ്ഥലത്തേക്ക് എത്തിയത് എന്നൊക്കെ തെളിയിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് നേതൃത്വം പുറത്തുവിട്ടിരിക്കുന്നത്. ഈ നേരത്തെ തന്നെ ഉയർന്ന ആരോപണം പോലീസ് CPM-ന് വേണ്ടി പണിയെടുക്കുന്നു, അല്ലെങ്കിൽ ഈ തെരഞ്ഞു പിടിച്ച് ഈ UDF പ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടാക്കുകയായിരുന്നു, അവിടെ പേരാമ്പ്രയിൽ സംഘർഷം ഉണ്ടാക്കുന്നതിന് പോലീസ് തന്നെ മുൻകൈ എടുക്കുകയായിരുന്നു എന്നൊക്കെ തുടക്കം മുതൽ തന്നെ UDF നേതൃത്വം ആരോപിക്കുന്നതാണ്. ഇതിനിടയിൽ ഈ UDF പ്രവർത്തകർക്കെതിരെ കേസ് വന്നു, അവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗ്രനേഡ് എറിഞ്ഞതിന് അടക്കമുള്ള ദൃശ്യങ്ങൾ ആയി UDF നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത്. ഗ്രനേഡ് എറിഞ്ഞതിന് പിന്നാലെയാണ് പോലീസ് തന്നെ സ്ഫോടക വസ്തു എറിഞ്ഞതെന്നാണ് DCC നേതൃത്വം പറയുന്നത്. കോൺഗ്രസിന്റെ CPM-മാർ ഈ കോൺഗ്രസ് പ്രകടനം വരുമ്പോൾ CPM-കാർ ആയുധങ്ങളുമായി നിൽക്കുന്നുണ്ടെന്ന് DYSP അറിയിച്ചിരുന്നു. അവിടെയാണ് പോലീസ് നിലകൊണ്ടിരുന്നത്. ആ ഭാഗത്ത് നിന്നാണ് സ്ഫോടക വസ്തു എറിഞ്ഞത് എന്നാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. ആ സ്ഫോടക വസ്തു ഈ സംഘർഷ സ്ഥലത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജോഷിയാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ 6 ദൃശ്യങ്ങൾ, അതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് അത് വന്നിരിക്കുന്നത്, അതായത് പോലീസുകാർ തന്നെയാണ് ഈ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞതെന്ന് വ്യക്തമാകുന്നുണ്ട്. തുടക്കത്തിൽ ഇത് UDF ആണ് എറിഞ്ഞത്, അവരാണ് അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കിയതെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ അത് ദൃശ്യങ്ങളിലൂടെ വ്യക്തമായിരിക്കുകയാണ്. നെന്മാറ സജിത കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ശനിയാഴ്ച. പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയാണ് ശിക്ഷാവിധി മറ്റന്നാളത്തേക്ക് മാറ്റിയത്. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ കോടതിയിൽ 14-ന് പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരുന്നു. കൊലപാതകത്തിന് പുറമെ വീട്ടിൽ അതിക്രമിച്ചു കടക്കൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളെല്ലാം തെളിഞ്ഞിരുന്നു. ചെന്താമരയുടെ അയൽവാസിയായ പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ കോളനിയിൽ താമസിച്ച സജിതെ 2019 ഓഗസ്റ്റ് 31-നാണ് ചെന്താമര വെട്ടിക്കൊന്നത്. തന്റെ ഭാര്യ പിണങ്ങിപ്പോവാൻ കാരണം സജിതയാണെന്ന് മന്ത്രവാദി പറഞ്ഞതിനെ തുടർന്നായിരുന്നു കൊലപാതകം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.